നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ബലാത്സംഗ കേസിലെ പ്രതി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹത. സ്റ്റേജ് ഷോകളിലൂടെ വേടൻ ലക്ഷങ്ങളായിരുന്നു വരുമാനം. എന്നാൽ കോടികളുടെ ഇടപാട് ഇതിന്റെ പേരിൽ നടത്തിയിരുന്നതായാണ് വിവരം. യുവാവിന്റെ സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യം ശക്തമാണ്. അടുത്തിടെ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ 9.50 ലക്ഷം രൂപയുടെ കറൻസി കണ്ടെത്തിയിരുന്നു. ഈ പണത്തിന്റെ സ്രോതസ് കൃത്യമായി വിശദീകരിക്കാൻ വേടന് ഇതുവരെ സാധിച്ചിട്ടില്ല. സംഗീത പരിപാടിക്ക് ലഭിച്ച പണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും തുക കറൻസിയായി കൈമാറിയത് ആരെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ സംശയാസ്പദമായ സ്രോതസ്സുകളിൽ നിന്നും ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു എന്നാണ് വിവരം. വേടന്റെ വരികളും വാക്കുകളും ചില ഗ്രൂപ്പുകളുടെ അജണ്ടയാണെന്ന ആരോപണവും ശക്തമാണ്. ബലാത്സംഗം അടക്കമുള്ള ഗുരുതര കേസുകളിൽ പ്രതിയായിട്ടും വേടന് സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും കിട്ടുന്ന പിന്തുണയ്ക്ക് പിന്നിൽ ഇവരുടെ കൃത്യമായ സാന്നിധ്യമുണ്ട്. ബലാത്സംഗ പരാതി നൽകിയ യുവ ഡോക്ടറിൽ നിന്ന് 2021 മുതൽ വേടൻ പണം കൈപ്പറ്റിയിരുന്നു. വേടന് നൽകിയ പണത്തിന്റെ വിശദാംശങ്ങൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം വേടന് എതിരായ ബലാത്സംഗ കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വേടന് പോലീസ് സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് നോട്ടീസ് ഇറക്കിയത്. 2 ആഴ്ച മുൻപാണ് വേടനെതിരെ കേസെടുത്തത്. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിവരം. വേടന്റെ പാട്ട് കൊള്ളാം, വേടന്റെ വരികൾ കൊള്ളാം, പക്ഷേ വേടൻ കൊള്ളുമോ എന്നതാണ് ചോദ്യം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.